ഹായ് അമ്മ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അമ്മേനെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയില്ല. എന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നിട്ടൊരു പൊങ്കാലിട്ടുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ ഒന്നും പറയില്ല. ശരിയാക്കി തരുന്ന അവരുടെ തന്നെ മനസ്സിലായില്ലേ? അതെ, അമ്പു പട്ടാളുണ്ട്. അപ്പൊ ഇനി നേരെ എന്നോട് സംസാരിക്കുമ്പോ സൂക്ഷിക്കണം, അച്ഛനോട് പറയണം കേട്ടോ. അയ്യോ, അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ചോദിക്കാനും പറയാനൊക്കെ ഒരു കുടുംബമായിട്ടുണ്ട്, ഒരിത്തിരി ശ്രദ്ധിക്കണം പറഞ്ഞു. അതിന്റെ ഒരു അഹങ്കാരം അമ്മക്ക് ഉണ്ടോന്ന് എനിക്കൊരു ചെറിയൊരു സംശയം കൂടി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടാവും അല്ലേ? മനുഷ്യ സഹജമാണല്ലോ അത്, ആർക്കും എപ്പോ വേണമെങ്കിലും സംഭവിക്കാന്നുള്ളൊരു സംഭവം അല്ലേ അത്? എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു അഹങ്കാരം, ഒരു കൂട്ടായ്മയുടെ ഒരു ശക്തി അല്ലേ? ഈ 5 വിരലിങ്ങനെ മുറുക്കി പിടിക്കുമ്പോഴല്ലേ മുഷ്ടിയാവുക. അപ്പൊ ആ മുഷ്ടിയാവുമ്പോഴല്ലേ പവറാവുക. ആ പവറിന്റെ ഒരു ഗമയാണ് അല്ലേ? അല്ല, അത് എന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ, വേറെ ആരുടെ അടുത്ത് അമ്മയ്ക്കില്ല. ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം എന്താ അറിയോ, ഒരാൾ എന്തായാലും കാണിക്കുമ്പോ അതിന് പ്രതികരിക്കണല്ലോ. അപ്പൊ പ്രതികരണത്തെ പറ്റി ആവട്ടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. പക്ഷെ പാചകം ചെയ്തുകൊണ്ടാവട്ടെ കേട്ടോ, അത് കേട്ടുകൊണ്ടാവരുത് കേട്ടോ. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണെന്ന് അമ്മ കുറെ നേരത്തെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക കൊണ്ടൊരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിൽ ഞാൻ മുളക് പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കോൺഫ്ലോർ, മഞ്ഞൾ, മുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലോർ, ഒരിത്തിരി ചെറുനാരങ്ങ നീരൊക്കെ കൂടി ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. പിന്നെ അതിന് വേണ്ട സാധനങ്ങള് സബോള, തക്കാളി, മല്ലിയില, വെളുത്തുള്ളി ചതച്ചത്, ഗരം മസാല, പച്ചമുളക്. അല്ല, ഈ വെണ്ടയ്ക്കൻ എന്തിനാണ് ലേഡീസ് ഫിംഗർ എന്ന് വിളിക്കണത്? ലേഡീസിന്റെ ഫിംഗർ പോലെ അപ്പൊ ഭംഗിയുള്ള എല്ലാതും വെറും ലേഡീസിനാണ് അല്ലമ്മ? ഭംഗി ഇല്ലാത്തത് എന്തിന്റെ അതൊക്കെ ജെന്റ്സിനാണെന്നാണോ അമ്മ പറയണത്? ലോകത്തൊരു സത്യം അറിയോ അമ്മക്ക്? ലോകത്ത് മനുഷ്യജന്മത്തിൽ മാത്രമാണ് അത്ര സ്ത്രീകൾക്ക് സൗന്ദര്യം കൂടുതൽ. അറിയോ? ഇപ്പോ മയിൽ ആൺമയിലാണ് ഭംഗി, സിംഹം ആൺസിംഹമാണ് ഭംഗി. അങ്ങനെ നോക്കുക, ആന കൊമ്പനാനയാണ് ഭംഗി. അതിനൊക്കെ ആണുങ്ങൾക്ക് കൊടുത്തിട്ട് ഈ മനുഷ്യജന്മത്തിൽ മാത്രം പെണ്ണുങ്ങൾക്ക് കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പൊ മെജോറിറ്റി അവിടെ വേറെ കിടക്കുന്നുണ്ട്, വന്യമൃഗങ്ങളായിട്ട്. വന്യമൃഗങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ജയിച്ചു അല്ലേ? അതന്നെ. ഇനി എണ്ണ അവിടെ കിടന്നിട്ട് തിളക്കട്ടെ. അല്ല, ചോദിച്ചാണ് ചൂടാവുക. അല്ല, ചെറിയ മിസ്റ്റേക്കൊക്കെ സംഭവിക്കമ്മ. നമ്മുടെ ഈ നാക്കല്ലേ, അത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുമല്ലോ. ഇതിന് ലേഡീസ് ഫിംഗറിനൊക്കെ പേരാണ് നന്നായിട്ട് വെച്ചു. പക്ഷെ അത് കഴിച്ചിട്ട് അതിന് ചെയ്യുന്ന രീതികളൊക്കെ വേണ്ട അത്രയും ചിത്രഹിംസയാണല്ലോ. അല്ല, സ്ത്രീകളുടെ കാര്യത്തിൽ ഒരുവിധം അങ്ങനെ തന്നെയാണ് അല്ലേ? നോക്ക്, വേദന സഹിച്ച് നിങ്ങളൊരു കുഞ്ഞിന് ജന്മം നൽകണം. എന്നാലോ ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്താ പേര് വെക്കുന്നത്? അച്ഛൻ്റെ ഇൻസുലിൻ വെക്കുന്നത്, അമ്മയുടെ ഇൻസുലിൻ വെച്ചിട്ടുണ്ടോ? അമ്മ നൊന്ത് പ്രസവിച്ച കുട്ടിക്ക് അച്ഛൻ്റെ ഇൻസുലിൻ അറിയപ്പെടും. അപ്പോഴോ വിട്ടുവീഴ്ചകളുടെ ഒരു പേരും കൂടിയാണ് സ്ത്രീ എന്ന് പറയുന്നത്. അവിടെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ വിട്ടുവീഴ്ച അവിടെ സംഭവിച്ചു. കണ്ടോ എങ്ങനെ? നൊന്ത് പ്രസവിച്ച് വയറ്റിനുള്ളിൽ സംരക്ഷിച്ച് വലുതാവണ വരെ, അവൻ സംസാരിക്കണ വരെ, അവൻ ജീവിതത്തിൽ എന്തെങ്കിലും നേടുന്ന വരെ അവനെ നോക്കിയവൻ അമ്മയായാലും പിന്നീട് അവൻ അറിയപ്പെടുന്നത് സ്കൂളിൽ എത്താൻ കൊണ്ടുപോകുമ്പോൾ അച്ഛൻ്റെ പേരിൽ. ഇൻസുലിൻ എന്താണെന്ന് പറയുമ്പോൾ അമ്മയുടെ പേരിൽ ഇൻസുലിൻ എന്നൊക്കെ ഉണ്ടോ ഇല്ലെന്നും കൂടി അറിയില്ല. ഉണ്ടെങ്കിൽ അഥവാ എവിടെയെങ്കിലൊക്കെ ചുരുക്കം കുറച്ച് പേരുണ്ടാവും, ബാക്കിയെല്ലാം അച്ഛൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ വയ്ക്കും. പക്ഷേ എന്നാലും പണ്ടൊരു കാലത്ത് എല്ലാവരും അമ്മയുടെ പേരിലാണ് അറിയപ്പെട്ടുണ്ടാവുന്നത്. കേട്ടിട്ടില്ലേ നമ്മുടെ മഹാഭാരതത്തിൽ? ഇപ്പം മഹാഭാരതത്തിലൊക്കെ കേട്ടില്ലേ, കുന്തി പുത്ര അങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് കേട്ടിട്ടില്ലേ? അതന്നെ ആ രീതിയിലൊരു കാലം ഉണ്ടായിരുന്നു. അവിടുന്ന് ശരിക്കും പറയണം, ഞാൻ പറയാൻ പാടില്ല എന്നാലും പറയുകയാണ്, ഒരു പുരുഷ മേധാവിത്വം എന്ന് പറഞ്ഞ് വന്നതിന് ശേഷം പുരുഷന്മാർ ആ മേഖല അങ്ങോട്ട് കീഴടക്കിയിട്ട് എൻ്റെ മകൻ എൻ്റെ മകൾ എന്നങ്ങോട്ട് ആക്കി മാറ്റി.
എന്റെ മക്കളെ അവിടെ വിട്ടിട്ട് നോക്കോ? അങ്ങനെ പറയില്ലേ? അങ്ങനെ പറയില്ലേ? നിങ്ങൾ പറയും അതിനല്ലേ ഞാൻ പറഞ്ഞേ. നീ കൊണ്ടുപോയി പൊക്കോ, എന്റെ മക്കളെ അവിടെ വിട്ടിട്ട് നോക്കോ. ഇപ്പോ അമ്മ നേരത്തെ പറഞ്ഞില്ലേ പ്രതികരിക്കണം, ഞാൻ കുറുമ്പ് കാണിച്ച് നമുക്ക് പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നമ്മ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്രതികരണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടങ്ങളിൽ നിന്ന് കിട്ടുന്ന ചില പാഠങ്ങളാണ്, മനസ്സിലായില്ലേ? അതിൽ മെയിനായിട്ട് ഞാൻ പറയാൻ പറ്റുന്ന എന്താ അറിയോ? മെയിനായിട്ട് പറയുമ്പോൾ മെയിനായിട്ട് ഇതിലേക്ക് നോക്കണം. മെയിനായിട്ട് പറയാൻ പറ്റുന്നത്, നമ്മൾ ഇപ്പോൾ ഒരു ബന്ധു വീട്ടിലേക്ക് പോയി എന്ന് വെച്ചോളൂ, കരുതുക. അപ്പോൾ നിങ്ങളുടെ മകനോ മകളോ അവിടെ ഉണ്ടാവും. നിങ്ങളുടെ കാലിൽ ഒന്ന് മുന്തിയ ഒരു ബന്ധു വീടാണെന്ന് വിചാരിക്കും. അവർക്ക് പൈസ കൊണ്ട് കുറച്ച് മുന്തിയ ആൾക്കാരാ, ഇങ്ങനെയുള്ള ചെറിയ എന്തിനെങ്കിലൊക്കെ വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും മുന്തിയ ആൾക്കാർക്ക് ആ ഉള്ളതിൻ്റെ ഗുണത്തിനെക്കാട്ടിലും കൂടുതൽ കുശുമ്പുണ്ടാവും. അങ്ങനെ ചില സ്ഥലങ്ങളിൽ അവരെന്ത് ചെയ്യും? നിങ്ങളുടെ മുമ്പത്ത് നിങ്ങളുടെ മക്കളെ ചിലപ്പോൾ ഒന്ന് അപമാനിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെയോ നിങ്ങളുടെ മക്കളെയോ ആ മക്കളുടെ മുമ്പത്ത് അച്ഛനമ്മേനൊന്ന് ചിലപ്പോൾ ഒന്ന് താത്തിപ്പായും. എന്ന് വെച്ചാൽ ഒരു എങ്ങനെ ആദ്യം ഒരു കളിയാക്കല പോലെ ആയിരിക്കും. നിങ്ങളുടെ സൗന്ദര്യത്തിനോ നിങ്ങളുടെ സമ്പാദ്യത്തിനോ ഒക്കെ കുറവുണ്ടെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ മുറിവുകൾ ഏൽപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനമ്മമാർ മക്കളെയാണ് പറയുന്ന ഒരു ബന്ധു എന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാരെന്ത് പറയും? അടുത്ത ബന്ധുവാണെങ്കിൽ എന്ത് പറയോ? ദയവ് ചെയ്തിട്ട് മോനെ മെല്ലെ എടുത്തിട്ട് അവരെന്തോ പറഞ്ഞു തുടങ്ങി പ്രതികരിക്കരുത്, കാരണം അത് നമുക്ക് വേണ്ടപ്പെട്ട ബന്ധമാണ്. എന്താണെന്ന് പറയും? നിങ്ങൾ പ്രതികരിക്കരുത്, വേണ്ടപ്പെട്ട ബന്ധമാണ്, ബന്ധം തകർന്നു പോകുമെന്ന് പറയും. പക്ഷെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അതാണെന്നറിയോ അമ്മയ്ക്ക്? എന്തുകൊണ്ടറിയോ? ആദ്യം അവർ നമ്മളെ കളിയാക്കും, മറിച്ചിടുകയാണ് അല്ലേ? പിന്നെ അവർ നമ്മളെ പുച്ഛിക്കും, പിന്നെ അവർ നമ്മുടെ വില കുറവായിട്ട് കാണും. ഇതിനൊക്കെ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ആരാണ്? അന്ന് പ്രതികരിക്കാത്തത് കൊണ്ടാണ്. കാരണം അന്നൊരു ദിവസം നമ്മളെ പുച്ഛിച്ച് ചിലപ്പോൾ നമ്മുടെ സൗന്ദര്യത്തിനോ നമ്മുടെ തൊഴിലിനെയോ അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പോയ വസ്ത്രത്തിനെയോ ഒരു പുച്ഛിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ നിമിഷം അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഒരു എന്താ പറയുക, ഇന്നൊരാളുടെ നമ്മൾ തലകുലിക്കേണ്ട ഒരു പരിസ്ഥിതി നിങ്ങൾക്ക് വരില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തലകുലിക്കേണ്ടി വരുന്നത് നിങ്ങൾ തലകുലിച്ച് പഠിച്ചത് കൊണ്ടാണ്. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് മാത്രം എന്താവും? ഈ 1 or 2 പ്രാവശ്യം പറയാൻ പഠിച്ച അവർ എന്നും അത് പറയുമ്പോൾ നമ്മൾ കേൾക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരായി മാറും. ഇത് ഓരോ കുടുംബങ്ങളിലും വലിയവൻ ചെറിയവൻ വ്യത്യാസമില്ലാതെ ആൾക്കാർ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ബന്ധുക്കൾ എന്ന് നമുക്ക് തന്നെ ദൈവം നമ്മുടെ ഒപ്പം തന്നെ തന്ന ചില ജന്തുക്കൾ കൊണ്ട് സംഭവിക്കാറുണ്ട്. തെറ്റിദ്ധരിക്കരുത്, ഇതിൽ കുറേ ബന്ധുക്കളൊക്കെ മുഴുവൻ ജന്തുക്കളല്ല, ചില ജന്തുക്കൾ ബന്ധുക്കളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ സംഭവിക്കുന്നത് എന്തിനുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ അമ്മേനെ ഒരു മകൻ്റെ മുമ്പത്ത് കളിയാക്കുമ്പോൾ ആ മകൻ ആ നിമിഷം പ്രതികരിച്ചിരുന്നെങ്കിൽ രണ്ടാമത് പറയാൻ ധൈര്യപ്പെടില്ല, പെടുവോ? അതുപോലെ നിങ്ങളുടെ മകനെയോ മകളെയോ നിങ്ങളുടെ മുമ്പത്ത് പുച്ഛിച്ച് സംസാരിക്കുമ്പോൾ വെറുതെ നമ്മുടെ ബന്ധുവല്ലേ സംസാരിച്ചോട്ടെ, അത് ബുദ്ധിവാദമല്ല. ഒരാളിനെ അപമാനിക്കുക, അവനവൻ്റെ വില അവനവൻ്റെ കയ്യിലെടുത്ത്. ഇപ്പം അമ്മയ്ക്ക് എന്താ വില എന്ന് എനിക്ക് വിലയിടാൻ പറ്റുമോ? അമ്മയുടെ വില അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. എല്ലാ മനുഷ്യനും ഭൂമിയിലൊരു വിലയുണ്ടല്ലേ? അപ്പോൾ ആ വില അമ്മയ്ക്കുള്ളപ്പോൾ ഞാൻ ആരാണ് അമ്മയ്ക്ക് വിലയില്ല എന്ന് പറയാൻ? അത് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യം. അതൊന്ന് പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ബന്ധുവിന്ന് അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഈ ബന്ധു പറഞ്ഞ വാക്ക് ആ ബന്ധു കേട്ട് അവിടുന്ന് വേറൊരു ബന്ധു കേട്ട് അങ്ങനെ ബന്ധുക്കളായ ബന്ധുക്കൾക്ക് മുഴുവനും ഒരു കൂട്ടായ്മയിൽ നമ്മൾ കൂടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഹാസ്യ കഥാപാത്രമായിട്ട് മാറും. അന്ന് ഒരുപാട് കാലം വൈകിപ്പോയിട്ടുണ്ടാവും. ആ വൈകിപ്പോയ കാലത്ത് അന്ന് ചിലപ്പോൾ പറയും, ഈ അച്ഛനോ അമ്മയോ പറയും, നീ എന്തിനാ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കണം, നിനക്കൊന്ന് പ്രതികരിച്ചൂടെ എന്ന് പറയും. അപ്പോഴേക്ക് സമയത്ര വൈകിപ്പോയിട്ടുണ്ടാവും. അത് ഈ വാക്ക് ആദ്യത്തെ പ്രാവശ്യം സ്വന്തം മകനെയോ മകളെയോ അല്ലെങ്കിൽ അച്ഛനെയോ അമ്മേനെയൊക്കെ അവനവൻ്റെ ആൾക്കാരെ മുമ്പത്ത് എന്തെങ്കിലും പറയും. ആ നിമിഷം എണിച്ച് നിന്നിട്ട് അവൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പറയാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ, അവൻ എന്താണെന്ന് ഞങ്ങൾക്കറിയാമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചെറിയൊരു ചെടി മുളച്ച് വലിയൊരു മരം, വൈരാഗ്യത്തിൻ്റെ ഒരു മരമായി മാറുമോ? എങ്ങനെയാണ് ചില ബന്ധുക്കളൊക്കെ ശത്രുക്കളാവണത്? അതുപോലെ ഒരാൾ പൊട്ട വർത്താനം, നമുക്ക് സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു വർത്താനം ഫോണിലൂടെ നേരിട്ടോ പറയുമ്പോൾ ആ വർത്താനം പറഞ്ഞ ആൾക്ക് അപ്പം തന്നെ അതിന് മറുപടി കൊടുക്കരുതെന്ന് പറയുമല്ലോ, അത് തെറ്റാണ്. അപ്പം തന്നെ ആ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അന്ന് മനസ്സിലാക്കി ഇവനോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. അത് നല്ല രീതിയിൽ കൊടുക്കുക, അതിൻ്റെ രീതിയിൽ തിരിച്ചു കൊടുക്കണമെന്നില്ല, അത് പൊട്ടയാണ്. അത് എല്ലാവർക്കും വന്നോളണമെന്നില്ല, ദേഷ്യം വരുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയാണ്. പക്ഷേ അത് ആ നിമിഷം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് അവസാനിച്ചു. അതല്ലാന്നുണ്ടെങ്കിൽ അതൊരു സ്ഥിരം അതിൻ്റെ ഒരു രീതിയായി മാറും. അതുപോലെ തന്നെ നിങ്ങളെ ഒരാളെ തെറ്റിദ്ധരിച്ചു എന്ന് വിചാരിച്ചോളൂ, ആരമ്മേനെ ഇങ്ങോട്ട് നോക്കൂ, ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് വിചാരിച്ചോളൂ. ഞാൻ തെറ്റിദ്ധരിക്കാറില്ലല്ലോ, അമ്മയല്ല എന്നെ ഇടയ്ക്കിടയ്ക്ക് തെറ്റിദ്ധരിക്കാറ്. അപ്പോൾ അമ്മ വേറെ ആരെങ്കിലും കിട്ടണ്ടേ ഇവിടെ?
ഞാൻ അടുത്ത വീട്ടിൽ ആൻറ്റീനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്താൻ പറ്റുമോ? ഉദാഹരണം പറയാൻ വേണ്ടിയിട്ട്. ആ തന്നെ പറയണത്. ആ ഇപ്പോ തല്ല് കുറവ് കിട്ടുന്ന പോലെ ഇപ്പോഴും ഏകദേശം ഇത്. തല്ലാറൊന്നുമില്ലല്ലോ. അമ്മ ഇന്നാളും കൂടി എൻ്റെ അമ്മ മണ്ടക്കനെ എനിക്കിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അതൊന്നും പറയരുത് അമ്മ. അമ്മ അത്ര പാവമൊന്നുമില്ല. തമാശക്കാണെങ്കിൽ മുള വരും പോലെ തല്ലേ. അച്ഛന് കാണിച്ചു കൊടുത്തു ഞാനൊരു മുള വന്നത്. അതേപോലെ അമ്മ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ ഒരു കാര്യം അമ്മ ആലോചിച്ചു നോക്കിയുള്ളൂ. ഒരാൾ തെറ്റിദ്ധാരണ മൂലം നിങ്ങൾ അവരെന്തോ ചെയ്തു, എന്തോ പറഞ്ഞു, ആരോ പറഞ്ഞൊരു വാക്ക് കേട്ടിട്ട് നിങ്ങളുള്ളവർ സംസാരമൊക്കെ നിർത്തിയിട്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും പറയാം, ഒരിക്കലും അവരെ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ സത്യസന്ധനാണെന്നും ഞാൻ നല്ലവളാണെന്നും നിന്നോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ടെന്നും നീ എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് കെഞ്ചരുത്. ഇതിൻ്റെ അർത്ഥം പറയോ? കെഞ്ചാൻ പാടില്ല. അതെന്താ പറയണറിയോ? നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പത്ത് വരുന്നൊരു പിച്ചക്കാരനുണ്ടാവില്ലേ? ഒരു പിച്ചക്കാരൻ നിങ്ങൾ ഇഷ്ടമായിട്ടാണ് പിച്ച കൊടുക്കുന്നത്. ദിവസം വീട്ടിൽ മുമ്പത്ത് വെല്ലടിച്ച് പിച്ച വയ്ക്കുന്നത് നിങ്ങൾ ഇഷ്ടം കൊണ്ടാണ് കൊടുക്കുന്നത്. തൊലവ് കോട്ടയം വന്നിട്ട് കൊടുക്കില്ലേ? അതുപോലെ ഈ തൊലവിനൊന്ന് ശംശി കളയാന്ന് പറയാം. അങ്ങനെയല്ല വേണ്ടത്. അതെന്താ വേണ്ട അറിയോ? കാലവും സമയം എന്ന് പറഞ്ഞൊരു സമയമുണ്ട്. ഒരു സമയം വരും. ആ സമയം വരുമ്പോൾ അവർ സ്വയം മനസ്സിലാക്കും, ഇങ്ങനെ ഇവർ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ തെറ്റിദ്ധരിച്ചാണ് അവർക്ക് മനസ്സിലായിട്ട് തിരിച്ചു വരുന്നൊരു ദിവസം ഉണ്ടാവില്ലേ? അത് സമ്പൂർണ്ണ ഹൃദയം കൊണ്ടായിരിക്കും. അല്ലാതെ നിങ്ങൾ പോയിട്ട് ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, നീ തെറ്റിദ്ധരിച്ചതാണെന്ന് പറഞ്ഞ് ഒരിക്കലും അവർ വിശ്വസിക്കില്ല. കാരണം നിങ്ങളോട് ചോദിക്കാതെ, നിങ്ങളോട് ഉത്തരം ചോദിക്കാതെ, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ നിങ്ങളെ തെറ്റിദ്ധരിച്ചൊരു വ്യക്തിയാണല്ലോ. അവരെങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞതെന്ന് നിങ്ങൾ വിശ്വസിക്കുക? അപ്പോൾ നിങ്ങളത് പോയി പറയാൻ പാടുമോ? അത് കാലമോരത്തിലേക്കും എന്താണ്, ഞാനിങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, നിന്റെ മനസ്സിൽ വന്ന തെറ്റിദ്ധാരണയാണെന്ന് കാലക്രമേണ മനസ്സിലായില്ലേ? കാലക്രമേണ അവരത് മനസ്സിലാക്കും. അപ്പോൾ പണ്ട് തെറ്റിദ്ധരിച്ച് വിട്ടുപോയതിനേക്കാളും കൂടുതൽ ആത്മാർത്ഥതയും സ്നേഹം നിങ്ങളോട് തന്നെ വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അവരോട് പോയിട്ട് ഞാൻ അങ്ങനെയല്ല എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ പോകരുത്. ഇത് ജീവിതം പഠിപ്പിക്കുന്ന, ഇതൊക്കെ ജീവിതം പഠിപ്പിക്കുന്ന ചില പാഠങ്ങളാണ്. അപ്പം അമ്മ ചോദിച്ചു, ഇത്രയൊക്കെ പാഠം നീ എവിടുന്ന് പഠിച്ചു? ഞാൻ ഈ ലോകത്ത് നമ്മൾ നടക്കുന്ന സ്ഥലത്തുനിന്ന്, ഇരിക്കുന്ന സ്ഥലത്തുനിന്ന്, ചായ കുടിക്കുന്ന സ്ഥലത്തുനിന്ന്, പോണ വീടുകളിൽ നിന്ന് എല്ലായിടത്തുനിന്ന് ഇങ്ങനെ ഓരോരോ പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഈ പാഠങ്ങളാണ് നമ്മളാക്കി മാറ്റുന്നത്. അല്ലാണ്ട് ABCD പഠിച്ചു, മലയാളം പഠിച്ചു, കന്നഡം പഠിച്ചു പറഞ്ഞുകൊണ്ടൊന്നും അവിടെ പഠിപ്പിച്ചത് മാത്രം നമുക്ക് പോരാ. നമുക്ക് ഈ ലോകത്ത് ജനറലായിട്ട് കിട്ടുന്ന കുറേ നോളജുകളില്ലേ, ഇതൊക്കെ സത്യസന്ധമായിട്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ചില വാക്കുകളാണ്. മനസ്സിലായിട്ട് ഇപ്പോൾ നിങ്ങളോട് ഇഷ്ടമില്ലാത്തൊരു ബന്ധു, അതെന്താ എൻ്റെ ബന്ധു ആയതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോയിട്ട് അവർ വീണ്ടും നമ്മൾ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ എന്താ അറിയോ? ചത്ത ചെടിക്ക് വെള്ളമൊഴിക്കുക എന്ന് പറയില്ലേ? ഒരു ചെടി ചത്തുപോയി, അത് ഉണങ്ങിപ്പോയി, അത് എത്ര വെള്ളമൊഴിച്ചാൽ അത് നന്നാവില്ല എന്ന് ഉറപ്പുള്ളൊരു ചെടിക്ക് ദിവസം കൊണ്ട് ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെയാണ് മനസ്സും കൊണ്ട് അകന്നു പോയി എന്ന് ഉറപ്പുള്ളവരോട് വീണ്ടും പോയിട്ട് നമ്മൾ സ്നേഹം യാചിക്കരുത്. ഇഞ്ചിമെടുത്തു സ്നേഹം എന്ന് പറഞ്ഞാൽ യാചിച്ച് മേടിക്കേണ്ടതല്ല. അത് താനേ ബന്ധുക്കളിൽ നിന്നായാലും, ഭാര്യയിൽ നിന്നായാലും, ഭർത്താവിൽ നിന്നായാലും, മക്കളിൽ നിന്നായാലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോൾ മാത്രമാണ് സ്നേഹത്തിന് യഥാർത്ഥ സ്നേഹം എന്ന് വിളിക്കുള്ളൂ. അല്ലാണ്ട് പിടിച്ചു വലിച്ചു മേടിക്കുന്ന സ്നേഹങ്ങൾ. ഇപ്പം അമ്മേനെ ഞാൻ കുറേ മുഖസ്തുതി പറഞ്ഞത് കൊണ്ട് മാത്രം അമ്മയ്ക്ക് എന്നെ ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ ആ ഇഷ്ടം ഞാൻ പറയുക, ആ ഇഷ്ടം മുഖസ്തുതി പറഞ്ഞ അപ്പം കഴിഞ്ഞു. പിറ്റേ ദിവസം മുഖസ്തുതി പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് എന്നോട് ഇഷ്ടം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇപ്പം അമ്മ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അമ്മേനെ വെറുക്കാൻ പോകുന്നില്ല. കാരണം എൻ്റെ ചില കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ വേണം, അല്ലേ? പക്ഷെ അപമാനിക്കരുത്. കുറ്റം പറയണമെന്നും തെറ്റല്ല. നീ ഇന്ന തെറ്റ് ചെയ്തു, അത് നീ ചെയ്യാൻ പാടില്ല എന്ന് ഏത് ബന്ധുവിന് വേണമെങ്കിലും പറയാം. അതിൻ്റെ പകരം 4 ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് അവൻ്റെ സൗന്ദര്യത്തിനെ പറ്റിയോ, അവൻ്റെ പേഴ്സണാലിറ്റിനെ പറ്റിയോ, അല്ലെങ്കിൽ അവൻ്റെ സമ്പാദ്യത്തിനെ പറ്റിയോ പറയാൻ പാടില്ല. ഒരു കുടുംബം, ആ കുടുംബത്തിനുള്ളിൽ ജീവിക്കുന്ന അവരെങ്ങനെയാണെന്നുള്ളത് ആ കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾ ഒരു വില എടുക്കരുത്. നിനക്ക് ഇത്ര വിലയിടുന്നൊരു വില വെക്കരുത്, അല്ലേ? അപ്പോൾ നമ്മളെന്നും പ്രതികരിക്കരുത് പറഞ്ഞ് ചെറുപ്പം തൊട്ട് ഓരോരുത്തരും ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെയൊക്കെ പോയി എന്നിട്ട് നമുക്ക് തന്നെ അനുഭവമുണ്ട്. അമ്മ പറയാം, അവരെന്തായാലും പറഞ്ഞ ഒന്നും മിണ്ടരുത്, അവരുടെ സ്വഭാവം അങ്ങനെയാണ് പറയുക. അവൻ്റെ സ്വഭാവം അവർക്ക് മാറ്റണം. അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മാറ്റേണ്ടി വരും. ശരിക്കും പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുക വേണം. അത് പ്രതികരിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണ്? അത് പറയുന്നത് ശരിയാണ്. പക്ഷെ അതെന്താവും ഭാവിയിൽ ആ ഒരു പയ്യനോ ആ പെൺകുട്ടി ആയിക്കോട്ടെ, അവർ ജീവിതകാലം മുഴുവൻ ഒരു പരിഹാസ പാത്രമായിട്ട് മാറും. അതറിയോ? അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഈ തുടക്കം തന്നെ നിങ്ങൾ 4 പേര് നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ മകനെയോ മകളെയോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ അമ്മേനോ അപമാനിക്കരുത്. ഒറ്റ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിന്നു അതവിടെ. പിന്നെ അതിന് മുതിരില്ല. ഇത് അച്ഛനും അമ്മയും മക്കളെ വിട്ടുകൊടുക്കുക, മക്കൾ അച്ഛനും അമ്മയും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഈ പരസ്പരം വിട്ടുകൊടുക്കലാണ് മൂന്നാമത്തെ ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളെ കുട്ടി ചൂഷണം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവനവൻ്റെ അഭിമാനം സംരക്ഷിക്കേണ്ടത് അവനവൻ്റെ കടമയാണ്. അത് അഹങ്കാരമല്ല. ആൾക്കാർ പറയും 4 ആൾക്കാരെ മുമ്പത്തെ പുച്ഛിച്ചപ്പോൾ എന്തായാലും ബന്ധുവല്ലേ എന്ന് പറയും. അല്ല, 4 ആൾക്കാരെ മുമ്പത്തെ പുച്ഛിക്കാനുള്ളതല്ല ഒരു മനുഷ്യൻ്റെ ജന്മം. ആണോ? പിന്നെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ എന്തറിയാം, നമ്മുടെ ഒരു കാര്യത്തിന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ഒരു ലക്ഷ്യമായിക്കോട്ടെ, അതിനാഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്തുണ്ടെന്ന് വിചാരിച്ചോ അമ്മ, അടുത്തുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗ്യമെന്ന് വിചാരിക്കുക. ഒരുപാട് അകലെയാണെങ്കിൽ അത് നേടുന്നുള്ള വിശ്വാസം എന്ന് വിചാരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കിട്ടും എന്നുള്ള വിശ്വാസം, മനസ്സിലായില്ലേ? അടുത്തുണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യമാണ്. ഒരുപാട് അകലെയാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എത്തിപ്പെടുന്നുള്ള വിശ്വാസം, ഹോപ്പ്, മനസ്സിലായില്ലേ? ഇനി അത് നമുക്ക് കിട്ടാണ്ട് പോയി എന്ന് പറഞ്ഞാലോ അതൊരു അനുഭവമാണ്. ഇതെല്ലാം ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ചുമക്കനെ അങ്ങനെയൊന്നും ആവണ്ട, ഒന്ന് വാടിയാൽ മതി. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇങ്ങനെ മാറില്ലേ, അത്ര ആയാൽ മതി. അത് ചോക്കനങ്ങനെ മുരുമുരുവാകും അങ്ങനെയൊന്നും വേണ്ട. അപ്പം ജീവിതത്തിൽ എന്തും അമിതമായി ആഗ്രഹിക്കണം, അത് നേടണം. നമുക്ക് വേണ്ടപ്പെട്ടൊരു സംഭവമാണെങ്കിൽ നേടാനുള്ള ആഗ്രഹം മനസ്സിൽ എന്നും ഉണ്ടാവണം. ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായോ എന്താന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ തൊട്ടടുത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭാഗ്യമാണ്. അത് ഒരുപാട് അകലെയാണെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുന്നൊരു വിശ്വാസമാണ്, ആത്മവിശ്വാസം. ഇനി അത് കിട്ടാണ്ട് പോയാലോ അതൊരു അനുഭവമായി. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പ്രയത്നം ചെയ്താൽ 3 ഫലങ്ങളും നല്ലതാണ്. ഏതെങ്കിലും ഒരു ഫലം തീർച്ചയായിട്ടും നമ്മുടെ ഒപ്പം ഉണ്ടാവും അല്ലേ. നമുക്ക് പഠിക്കാനും. അപ്പോൾ ഇനി ലാസ്റ്റ് കല്യാണം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പണി പറഞ്ഞു. ഇതിങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടാവില്ലേ, അപ്പം ഇന്ന കറിയൊന്നുമില്ല, അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കറി ഒന്നില്ലെങ്കിൽ ഒരു രസമായാലും മതി. അതിൻ്റെ ഒപ്പം ഇത് വെച്ച് നല്ല രസം കേട്ടോ അമ്മ കാണാൻ, അതെ ടേസ്റ്റും ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഒപ്പം വെച്ചിട്ട് നമുക്കിത് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. ചപ്പാത്തിയുടെ കൂടെ കഴിക്കുക, പൂരിയുടെ കൂടെ കഴിക്കുക, റൊട്ടിയുടെ കൂടെ കഴിക്കുക, ബ്രെഡിൻ്റെ കൂടെ കഴിക്കുക, ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞാൽ എന്തറിയോ, ഇത് പറയാൻ എന്താ കാരണം എന്നറിയാം അമ്മയ്ക്ക്. നമ്മുടെ ഒരു വീട്ടിൽ പോകുമ്പോൾ, ഒരു ബന്ധു വീട്ടിൽ എവിടെയെങ്കിലൊക്കെ പോണ സമയത്ത്, ബന്ധു വീട്ടിൽ തന്നെ ഇതൊക്കെ സംഭവിക്കുള്ളൂ, ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ സംഭവിക്കില്ല, ഒരു നാട്ടുകാർ വന്നിട്ട് നമ്മളെ അവമാനിക്കാൻ പറ്റില്ല. ഇതൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ ഉള്ളിലുള്ള, എന്തിനാ വെള്ളം കുടിക്കുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞിട്ട് ടെൻഷനായിട്ട് വെള്ളം കുടിക്കില്ലല്ലോ അമ്മ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്നുണ്ടെങ്കിൽ, ഏത് ബന്ധുവിനും ആരെയും ഉപദേശിക്കാം, നമ്മുടെ ഏത് ബന്ധുവിനും അമ്മേനെ ഉപദേശിക്കാം. ഉപദേശിച്ച് ഇങ്ങനെയല്ല ചേച്ചി, അല്ലെങ്കിൽ ഇങ്ങനെയല്ല അനിയത്തി എന്നൊക്കെ പറയാം. അത് പറയാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. അത് ഇങ്ങനെ ആവണം എന്ന് നമുക്ക് നല്ല മാർഗം കാണിച്ചു തരാൻ എല്ലാവർക്കും അർഹതയുണ്ട്. പക്ഷേ 4 പേരിന് മുമ്പത്ത് കളിയാക്കാനോ പുച്ഛിക്കാനോ ഒരാളിനെയും വിട്ടു കൊടുക്കരുത്. അതാണ് ഒരു കുടുംബം എന്ന് പറയുക. ഒരു അച്ഛനും അമ്മയും 3-4 മക്കളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും അവരുടെ മക്കളുടെ ഭർത്താവോ ഭാര്യയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ആ 4 പേരും ഒറ്റക്കൈയായിരിക്കണം. നിങ്ങൾക്ക് വിലയില്ല എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് വിലയില്ല? അവനുള്ള വില അവനുണ്ട്, അവൻ്റെ വില അവനുണ്ട്, അതുകൊണ്ട് അവൻ്റെ വില കൽപ്പിക്കാൻ നിങ്ങൾ ആരാന്ന് ചോദിക്കണം. ഈ പ്രതികരണം ഇല്ലാണ്ടാവുമ്പോൾ അമ്മ അല്ലെങ്കിൽ ഞാൻ ഒക്കെ വരും സർക്കസിലെ ജോക്കർമാരായി മാറും. നമ്മളാണ് നമ്മുടെ വില താത്തി മറ്റുള്ളവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നത്, മനസ്സിലായില്ലേ? നമ്മളെന്ന ഭംഗിയുള്ളൊരു പാത്രമാണ് നമ്മുടെ ഒരു പാത്രമായിട്ട് കണക്ക് കൂട്ടൊരു മനുഷ്യനെ ഏറ്റവും ഭംഗിയുള്ളൊരു ചില്ലും കൊണ്ടുണ്ടാക്കിയ നല്ലൊരു പ്രതിമയായിട്ട് കൂട്ടിക്കൊള്ളും. എന്തെങ്കിലും ഒരു ഡോല് അത്രയും ഭംഗിയുള്ളൊരു സാധനത്തിനെ ചേറിൽ ഒരാൾ മുക്കുമ്പോൾ അതിനെ ചുമ്മാ നോക്കിയിട്ട് അത് ഞങ്ങളുടെ ബന്ധുവല്ലേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ബന്ധുക്കളല്ല, അവരങ്ങോട്ട് മുക്കിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ആ നല്ല ഭംഗിയുള്ള ചില്ലിൻ്റെ പ്രതിമയ്ക്ക് എന്ത് വിലയുണ്ടാവും? അത് കഴുകി വെക്കേണ്ടതാണ്, സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. നിലത്ത് വീണ ഉടഞ്ഞു പോകുന്നതിൻ്റെ ചിന്തയോട് കൂടിയിട്ട് അവനവൻ്റെ അച്ഛനും അമ്മേനെയും അവനവൻ്റെ പെങ്ങളെയും അവനവൻ്റെ ഭാര്യനെയും കുട്ടികളിനെയൊക്കെ മറ്റുള്ളവരെ അപമാനിക്കാൻ വിട്ടുകൊടുക്കാതെ, അത് എത്ര വലിയ ബന്ധുവാണെങ്കിലും, ഏത് ബന്ധുവാണെങ്കിലും, ഏത് ജന്തുവാണെങ്കിലും, ഏത് ജീവിയാണെങ്കിലും നമ്മുടെ നില തോന്നലോടുകൂടി ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, അച്ഛനമ്മയോടും, മക്കളോടും അച്ഛനും അമ്മയും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാണ്ടിരുന്ന ജീവിതത്തിൽ തോൽവി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൂടെ സഞ്ചരിച്ചും കൂടി പോവില്ലേ, മനസ്സിലായില്ലേ? ജീവിതം എന്ന് പറഞ്ഞാൽ എന്നും പറക്കുന്ന ഫ്ലൈറ്റ് പോലെ ഉണ്ടാവണം. അതിങ്ങനെ പോണ പോക്കിന് അതെങ്ങടാ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതിന് ഉള്ളിൽ കയറി ടിക്കറ്റ് എടുത്താൽ മതി, അത് ഇന്ന സ്ഥലത്തേക്ക് പോകാമെന്നറിയാം. ഇവിടെ നിലത്ത് നിന്നിട്ട് മാട് മേയ്ക്കാൻ എനിക്ക് അമ്മയ്ക്ക് അറിയാൻ പറ്റുമോ?
അറിയില്ല. നമുക്കിത് പോകണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. അത്ര സ്പീഡായിട്ട് അത്ര ഭംഗിയായിട്ട് വേണം ഒരു ജീവിതം കൊണ്ട് നടക്കുക. മനസ്സിലായില്ലേ? ആദ്യം വേണ്ടത് അവനവൻ്റെ ഉള്ളിൽ അവനവൻ്റെ ആൾക്കാർ, നമ്മുടെ എന്നൊരു ചെറിയൊരു കുടുംബം ഉണ്ടാവും. അത് ഏറ്റവും വലിയ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ, അമ്മ, അച്ഛൻ, അനിയൻ, അനിയത്തി എന്ന് പറഞ്ഞൊരു കുടുംബമൊക്കെ ഉണ്ടാവുമല്ലോ, ഭാര്യ, മക്കളെന്നൊക്കെ ഉണ്ടാവുമല്ലോ. ആ കുടുംബത്തിനെ ഒരുമിച്ച് ഒരു ചങ്ങലയിൽ ചേർത്ത്, സ്നേഹം കൊണ്ടുള്ള ചങ്ങലാട്ടോ, അല്ലെങ്കിൽ ആനനെ കെട്ടിയിരുന്ന ചങ്ങലയല്ല, അതുകൊണ്ട് ചേർത്ത് മുറുക്കി പിടിച്ചിട്ട് ഈ ചങ്ങലക്കുള്ളിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കടന്നൊരൊറ്റ മനുഷ്യൻ വരാൻ പാടില്ല. എൻ്റെ അനിയനെ പറഞ്ഞാൽ ഞാൻ ചോദിക്കും, എൻ്റെ അമ്മേനെ പറഞ്ഞാൽ ഇന്നോര് ചോദിക്കുന്നു പറഞ്ഞാൽ ആ ഒരു ഒത്തൊരുമ ഉണ്ടെങ്കിൽ, ആ ഒത്തൊരുമ വീട്ടിൽ നിന്ന് തുടങ്ങിയ ആ വീട് ഒരു പഞ്ചായത്ത് നന്നാവും, ഒരു നാട് നന്നാവും, എന്തിന് നമ്മുടെ ഈ ദേശം തന്നെ നന്നാവും. ഈ ചെറിയൊരു കാര്യത്തിൽ ഒരാളും പുച്ഛിക്കാൻ പാടില്ല, അപമാനിക്കാൻ പാടില്ല, ആശ കഥാപാത്രമായിട്ട് ഒരിക്കലും കാണാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ് എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു. ഇതിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ കേൾക്കുന്നവർ ദയവ് ചെയ്ത് ക്ഷമിക്കണം. ചീത്ത പറയുകയാണെങ്കിൽ ചെറുതായിട്ട് പറഞ്ഞാൽ മതി, വലുതായിട്ടൊന്നും പറയരുത്. അപ്പോൾ ഇത് കൂട്ടി കഴിക്കാൻ തീർച്ചയായിട്ടും കുടിച്ചോളൂ, ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു രസം, അല്ലെങ്കിൽ ഒരു പരിപ്പ് കറി, എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു കറിയുടെ കൂടെ, അതിനിപ്പോ മീൻ കറി ആണെങ്കിലും കുഴപ്പമില്ല. ആ പ്രസന്ന ചേച്ചി ഏതോ ചട്ടം കൊണ്ട് എന്നെ തല്ലാൻ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് രണ്ട് തന്നാവും. അത് സ്നേഹം കൊണ്ട് പറയുന്നത്. അതല്ല, ഏത് ചട്ടകം കൊണ്ടാ ചൂടുള്ളതോ? അത് ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ എന്നും ഇപ്പൊ നിക്ക് എന്നും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, വെണ്ടയ്ക്ക തോരൻ, വെണ്ടയ്ക്ക കറിയൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ, അതേപോലെ തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും. അപ്പൊ നിങ്ങൾക്കോ കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഒരുപാട് എരിവൊന്നുമില്ല, അത് നല്ല ഡിഷാണ്. എനിക്ക് ഇത് ചപ്പാത്തിയുടെ കൂടെ സൂപ്പറാണ്, റൊട്ടിയുടെ കൂടെ, ബ്രെഡിന്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ജീവിതം പഠിപ്പിക്കുന്ന, ജീവിതം ഞാൻ കണ്ടുപിടിച്ച, ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞ ചില വാക്കുകൾ ജീവിതം പഠിപ്പിക്കുന്ന പാഠം അല്ലേ? ജീവിതം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേ ഉണ്ടാവും. ഇന്ന് കാണാത്ത നാളെ നമ്മൾ കാണും. അതുപോലെ തന്നെയാണ് ജീവിതം. കണ്ടതാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഞാനൊക്കെ ജീവിതത്തിൽ ഒരുപാട് കണ്ടുവന്നത്, പലർക്കും സംഭവിച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടാവുന്ന ഈ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അതിന് താഴെ വരുന്ന മെസ്സേജ് കാണുമ്പോൾ അമ്മയ്ക്കറിയും അല്ലേ? അല്ല, അമ്മയ്ക്കും അറിയും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരു വീട്ടിൽ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടാവും. അപ്പോൾ വിളിക്കുന്നില്ലേ? അല്ല, അമ്മയ്ക്ക് എന്താ രണ്ട് വാക്ക് പറയാനുണ്ടോ ഞാൻ പറഞ്ഞതിനെ പറ്റി? ഇല്ല, എന്തൊക്കെ പറയുന്നത് നീ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ സംഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു ബന്ധുവാണ്, അവര് നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, ഭയങ്കര അടുത്ത ബന്ധമാണ്. അതുകൊണ്ട് എൻ്റെ മകനെയോ എൻ്റെ ഭർത്താവിനെ ഇത്തിരി പുച്ഛിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ പാടുമോ? ഭാര്യനാവട്ടെ ഭർത്താവിനാവട്ടെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ പാടുമോ? ആ ഒത്തിരിമ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണോ? അപ്പോഴാണ് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ കാർത്തിക ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ആ പാട്ട്, തമിഴ് സിനിമയിലെ ഒരു പാട്ടുണ്ടല്ലോ, എങ്കിൽ വീട്ടിൽ എല്ലാ നാളും കാർത്തിക എന്ന് പറയുമ്പോൾ അത് ഉണ്ടാവണമെങ്കിൽ ആ വീട്ടിൻ്റെ ഉള്ളിലുള്ള എത്ര പേരുണ്ടോ അത്ര പേരും ഒരു മനസ്സോടെ ഇരിക്കണം അല്ലേ? എത്ര നമ്മുടെ വേറെ വേറെ ഇതാണെങ്കിലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിലൊരു തോന്നലുണ്ടാവണം നമ്മൾ ഒന്നാണെന്നുള്ളത്. ആ ഒന്നായ കുടുംബത്തിനെ പുറമേ നിന്ന് ഒരു ദുഷ്ടന്മാർക്കും, അത് ഇന്ന ബന്ധുക്കളെന്നല്ല ആർക്കും തകർക്കാൻ പറ്റില്ല. അങ്ങനെ തകരാത്ത നല്ല സുന്ദര സ്വപ്നം പോലത്തെ കുടുംബമാവട്ടെ ഓരോരുത്തരും അല്ലേ? പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക, കേൾക്കേണ്ട സമയത്ത് കേൾക്കുക, നല്ല ഉപദേശങ്ങൾ കേൾക്കുക, പുച്ഛിക്കുന്ന അപമാനിക്കുന്ന പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ ഇടയ്ക്ക് മറക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാന് മുതിരപ്പുളിയാണ് ഇന്നും വെക്കുന്നത്. മഴ ആയത് കാരണം മുതിരപ്പുളി കൂട്ടി ചോറണമെന്ന് എനിക്ക് എന്തോ ഒരു ഇഷ്ടം. ഇന്ന് ഞാൻ മുതിരപ്പുളിയല്ല കേട്ടോ വെക്കുന്നത്. മുതിര കുക്കറില് ഇത്തിരി പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് വേവിക്കുക. എന്നിട്ട് അത് വറവിട ഒന്നുമില്ല, കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഫുൾ കറിയുടെ കഥ പറയണം. മഹാഭാരത സീരിയൽ പോലെ വലുതാവും, പറഞ്ഞാൽ മതി. മുതിര വെക്കുക, എന്നിട്ട് കുക്കറിലിട്ട് വേവിക്കുക. വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മള് ഒരു അത് വേവുമല്ലോ, വെന്ത് കഴിഞ്ഞിട്ട് വറവിടുവല്ലോ, അതിന് കുറച്ച് ചീരമുളക്, ഞാൻ കാന്താരി മുളകാണെന്ന്, കാന്താരി മുളക് ഇട്ട് വെളുത്തുള്ളിയും ചതച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് കൂട്ടിയിട്ടാണ് ഞാൻ ചോറുള്ളൂ. പുളിയൊന്നും ഒഴിക്കില്ല, അത് മാത്രം കൂട്ടിയിട്ട് ചോറുള്ളൂ. അതിൻ്റെ കൂടെ ഇതുള്ളൂ. നല്ല ടേസ്റ്റായിരിക്കും അത്, സിമ്പിൾ കറി. അപ്പോൾ അത് കൂട്ടി ചോറുണ്ടാവുമല്ലോ, മഴയൊക്കെ ഇല്ലേ, നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.